ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മിത്രയാണെന്നുണ്ടെങ്കിൽ ഒരു പേടി സ്വപ്നം കാണുവാട്ടോ. മിഥുൻ പ്രേതമായിട്ട് വന്നിട്ട് മിത്രയും ആര്യനും കൂടി റോട്ടിലൂടെ പോകുന്ന സമയത്ത് മുമ്പിൽ വന്നിട്ട് മിത്രനെ പേടി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പ്രേതമായിട്ട് പോലും മിത്ര ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ മിത്ര ഇങ്ങനെ സ്വപ്നം കാണും. ഞെട്ടി എഴുന്നേറ്റിട്ട് മിത്ര വേഗം തന്നെ ആര്യന്റെ കൂടെ പോയിട്ട് കിടക്കാൻ വേണ്ടി നോക്കുവാട്ടോ. അപ്പൊ ആര്യ അതിനു മുമ്പ് പറയുന്നുണ്ട്, എന്താ മിത്ര ഉറങ്ങാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടോ? ഓ, പേടി സ്വപ്നത്തിൽ വന്നത് മിഥുനായിരിക്കും അല്ലെ എന്നൊക്കെ പറയാണ്. അതെ എന്ന് പറയാണ്. നിനക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നോ എന്ന് പറയുമ്പോ അത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മിത്ര വലിയ ആളുടെ കട്ടിലിൽ തന്നെ കിടക്കും കേട്ടോ. പക്ഷെ കുറച്ചുമ്പോ മിത്രക്ക് വീണ്ടും പേടിയാവാണ്. മിത്ര വേഗം തന്നെ ആര്യന്റെ അടുത്ത് വന്ന് കിടക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ വേണമെങ്കിൽ ഇവിടെ കിടന്നോളാട്ടോ. വേണ്ടെന്നേ, പേടിയൊന്നും ഇല്ലാത്ത ആളല്ലേ, കട്ടിലിൽ തന്നെ കിടന്നോ. പിന്നെ എന്റെ കൈ പിടിച്ചത് സമാധാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ വേണമെങ്കിൽ കൈ പിടിച്ചോ എന്ന് പറയുമ്പോ വേണ്ട ആര്യ, ഓ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോ മിത്ര വേഗം കൈ കയറി പിടിക്കാണ്. അങ്ങനെ ആര്യയും മിത്രയും കൂടിയിട്ട് ആ ഒരു താഴത്തെ പായ വിരിച്ചിട്ട് അവിടെ അങ്ങോട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാട്ടോ. അതെന്തായാലും മിഥുൻ കാരണം അവര് പ്രണയം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതേ സമയമാണെന്നുണ്ടെങ്കിൽ ഗോമതി ആകാശിനോട് പറയണ്ട, ആകാശേ മീനു എനിക്കൊരു 5 മിനിറ്റ് നിങ്ങളുടെ സംസാരിക്കാൻ വേണമായിരുന്നു എന്ന് പറയുമ്പോ അമ്മ എന്താ അമ്മ ഇങ്ങനെ 5 മിനിറ്റ് ഒരു സമയക്കണക്കൊക്കെ പറഞ്ഞു, അമ്മ എന്താ വെച്ചാൽ പറഞ്ഞു എന്ന് പറയാണ്. അല്ല ബാലേട്ടന് ആ കാറ് വന്നതിൽ ഒരു വിഷമം ഉണ്ടെന്ന് പറയാണ്. അപ്പൊ അത് കേൾക്കുമ്പോ മീനാക്ഷി പറയണ്ട, ഓ അതാണോ, അത് സാരമില്ല അമ്മ എന്ന് പറയാൻ പോകുമ്പോഴേക്കും ആകാശ് പറയണ്ട, വിഷമമുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ. മീനാക്ഷി അച്ഛൻ സ്നേഹത്തോടെ ഒരു കാർ തന്നു, അത് മറ്റുള്ളവരുടെ ഇഷ്ടക്കേടൊക്കെ നോക്കേണ്ട കാര്യം എന്താ എന്ന് പറയണം. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് ബാലൻ ആ വാദിക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവർ റൂമിലാണ് നിൽക്കുന്നത്. ഇവരറിയില്ല ബാലിന് മുമ്പ് ഇന്നിട്ട് കേൾക്കുന്നുണ്ട കാര്യം ഇവർക്ക് അറിയില്ല കേട്ടോ. ആകാശ് ഇത് പറയണ്ടേടാ, നീ എന്തൊക്കെയാണ് പണ്ടത്, അപ്പൊ നിന്റെ അച്ഛനെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയേണ്ടത്. ബാലട്ടൻ എന്താ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാറോ ചെയ്യാറോ ഇല്ലെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിലും അച്ഛൻ എന്താ അമ്മ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടുള്ളത്? എന്റെ ജീവിതം തന്നെ തൊലച്ചില്ലേ, പഠിക്കേണ്ട സമയത്ത് എന്നെ പഠിക്കാൻ വിടാതെ കടയിൽ തളച്ചിട്ടില്ലേ എന്നെ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഗോമതിയുടെ ആകെ വല്ലാതെ ഷോക്ക് പോലെ ആവാണ് ഗോമതിക്ക്. അതിനുശേഷം മീനാക്ഷി പറഞ്ഞ, അമ്മ ഇതൊന്നും കാര്യമാക്കണ്ടേ. എന്ത് കാര്യമാക്കണ്ടെന്നാ മീനു നീ പറയണത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ. എന്തായാലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഇത് മീനാക്ഷി അച്ഛൻ ഗിഫ്റ്റ് ആയിട്ട് തന്ന കാറാണ്. ഈ കാറ് ഈ വീട്ടിൽ നിന്ന് എവിടെയൊക്കെ മാറ്റുന്ന ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആകാശ് അങ്ങനെ നിൽക്കുവാട്ടോ. ഗോമതി കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തൊട്ടു പിന്നാലെ മീനാക്ഷി ഇറങ്ങുന്നുണ്ട്. കാരണം ഗോമതിനെ ഒന്ന് സമാധാനിപ്പിക്കാന്ന് വെച്ചിട്ട് ആര്യനോടാണെന്നുണ്ടെങ്കിൽ ധർമ്മൻ അതായത് ആര്യൻ ഇങ്ങനെ രാത്രി 12 മണിയാകുമ്പോഴേക്കും പുറത്തിറങ്ങിയിട്ട് ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് ആര്യ, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്. ഒന്നുമില്ല മാമ, ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നതാ. ഈ 12 മണി സമയത്തോ? എടാ എന്താണ് ആര്യ, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല മാമ. അല്ല നിനക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നീ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല, ആകെ വാടി ഇരിക്കാ നീ ഇപ്പോ എന്ന് പറയാണ്. ഇല്ല മാമ, എനിക്കൊരു പ്രശ്നമില്ല. നോക്കാറിയാം നിന്റെ ആ ഒരു പ്രതീക്ഷയില ശരിക്കും പറഞ്ഞാൽ എന്റെ അളിയെ കടയിൽ പോയിരിക്കുന്നത് പോലും. ആര്യ അച്ഛനോ? പിന്നല്ലാതെ നിന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാടാ ആര്യ? എന്നോട് എത്ര പ്രാവശ്യം നിന്നെ കുറിച്ച് സംസാരിക്കാറുണ്ടെന്ന് അറിയാവോ? ഈ വീട്ടിലെ താങ്ങും തണലുമായിട്ട് നീയേ ഉണ്ടാവുള്ളൂ എന്ന് അളിയൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്. കാരണം നിനക്ക് നല്ല കാര്യപ്രാപ്തി ഉണ്ട്. കാര്യങ്ങൾ തീരുമാനിച്ച പോലെ നിനക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് മാത്രമേ ഈ ദേവമംഗലം അതായത് അളിയൻ പോയാലും നിനക്ക് മാത്രമേ ഈ ദേവമംഗലം ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇടക്കിടക്ക് അളിയൻ പറയും എന്ന് പറയുമ്പോ മാമനെന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതല്ലട കാര്യമാ പറഞ്ഞത്. നിന്റെ അച്ഛന് അത്രമാത്രം ഇഷ്ടമാണ് നിന്നെ വഴക്ക് പറയും, ശകാരിക്കും, ദേഷ്യപ്പെടുന്നുള്ള കാര്യമൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മക്കളിൽ ഏറ്റവും ഇഷ്ടം നിന്നോടാണ് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അല്ല മാമൻ എന്തോ ഉറങ്ങാത്ത എന്ന് ചോദിക്കാണ്. അല്ലടാ എന്തോ ഒരു ദേവമംഗലത്ത് എന്തോ പ്രശ്നം വരാൻ പോണ പോലെ ഒരു തോന്നൽ എന്ന് പറയാണ്. എന്താ മാമനിപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട്? ഈ വണ്ടി വന്നത് കൊണ്ടിട്ടാണോ? പിന്നല്ലാതെ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആകാശിന്റെ സ്വഭാവമൊക്കെ ആകെ മാറിടാ. മുമ്പ് വീടെന്ന് പറഞ്ഞ ഒരുത്തനാ, ഇപ്പൊ കടയിലേക്ക് അവൻ വന്നോന്നേ ഇല്ല. ഇപ്പൊ 2-3 ദിവസമായി അവൻ കടയിലേക്ക് ഒന്ന് വന്നിട്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാമ എന്ന് പറയാണ്. അല്ല ഞാൻ നിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ? മാമൻ ചോദിച്ചോ എന്ന് ആര്യം പറയാണ്. അല്ല ഈ കാറ് ഇവിടെ കൊണ്ടുവന്നത് നല്ലതിനാണോ ചീത്തതിനാണോ നീ വിശ്വസിക്കുന്നത്? അല്ല ഈ കാറ് ഇവിടെ കൊണ്ടുവന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ശരിയുണ്ട് തെറ്റുമുണ്ട് എന്ന് ആര്യം പറയണ. എടാ 2 വള്ളത്തിൽ കാലെടുത്ത് വെക്കല്, ഒരു തീരുമാനം മാത്രം പറ. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് എന്ന് പറയണം. അത് സത്യം പറഞ്ഞ തെറ്റാണ്. പിന്നെ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, സമ്മാനമായിട്ട് കൊടുത്ത സാധനമല്ലേ. എടാ സമ്മാനമായിട്ട് കൊടുത്താണെങ്കിലും ആകാശ് എന്താ പറയേണ്ടിരുന്നത്? ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാം അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരേണ്ടതായിരുന്നു. പക്ഷെ അവൻ കേട്ട പാതി കേൾക്കാത്ത പാതി ആ കാർ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ സ്വഭാവം ആകെ മാറിട. ഇപ്പൊ പഴയ ആകാശമല്ല. അവൻ എപ്പോഴും മീനുവിന്റെ വീട്ടിൽ പോയിക്കൊണ്ടേയിരിക്കും. അത് പോണേന് കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ ഫുൾ ടൈം അവിടെ തന്നെയാണ്. നീ വിചാരിക്കുന്ന പോലെ അല്ല ആര്യ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായി.
എനിക്ക് മനസ്സിലായി മാമ, ആകാശന്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ രാത്രി 12:30 ആകാശ് പുറത്തേക്ക് ഇറങ്ങി വരുക. അപ്പൊ ധർമ്മൻ ആര്യനോട് പറയണ്ടേടാ, ഇവനെന്താടി ഇറങ്ങി വരുന്നത്? ആ കാറ് തുടക്കാനാണെന്ന് തോന്നുന്നു, കാറിൽ വല്ല വെള്ളപ്പൊടി അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലോ എന്ന് പറയണം. അങ്ങനെ നോക്കുമ്പോഴേക്കും ആകാശ് കാറൊക്കെയാണ് തുടച്ചുകൊണ്ടിരിക്കട്ടോ. ധർമ്മൻ ചോദിക്കണ്ടേ, എന്താ ആകാശ് ഉറക്കൊന്നും വരുന്നില്ലേ? കാറാരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നുള്ള പേടി കൊണ്ടാണോ വന്നത്? ആ പേടി കൊണ്ട് തന്നെയാ വന്നത്. ഞാനേ കാറൊന്ന് ലോക്ക് ഇട്ടിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഓ അങ്ങനെ കാറ് വന്ന പിന്നെ നിനക്കൊരു സമാധാനം ഇല്ലല്ലേ? ഉറക്കമൊന്നും ഇല്ലല്ലേ? ഉറക്കമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിക്കേറിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ആകാശം അകത്ത് കയറി പോവാട്ടോ. ആര്യം പറയണ്ട്, എന്തിനാ ആകാശനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആകാശന്റെ ദേഷ്യം വന്ന് കാണാം. അവൻ ദേഷ്യം വന്ന എനിക്കെന്താ? അവന്റെ സ്വഭാവമൊക്കെ ആകെ മാറി. ഇനി എപ്പോഴാണ് പെട്ടിയും കിടക്കായിട്ട് മീനാക്ഷിയുടെ വീട്ടില് സ്ഥിരതാമസത്തിന് പോകണമെന്ന് പറയാൻ പറ്റില്ല. നീ കേട്ടില്ലേ, ഭാര്യ വീട്ടിൽ പരമസുഖമെന്ന്? അവനിപ്പൊ അതാ അനുഭവിച്ചുകൊണ്ടിരിക്കണത് എന്ന് പറയണം. അത് ആര്യനും മനസ്സിലായിട്ട് ഏറെക്കുറെ. പിന്നെ ആര്യൻ ആ കാര്യം വിട്ട് കളയാണ്. വെറുതെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ചാൽ വിട്ട് കളയാണ്. പക്ഷെ ഇത് ഇങ്ങനെയൊന്നും അല്ല പോവാൻ പോണത്. മീനാക്ഷിക്ക് ആഗ്രഹമുണ്ട് ഈ കാർ തിരിച്ചു വീട്ടിലേക്ക് കൊടുക്കണമെന്നില്ല. പക്ഷെ എങ്ങനെ കൊണ്ട് കൊടുക്കും? കൊടുത്താൽ മറ്റൊരു പ്രശ്നമുണ്ട്, മീനാക്ഷിയുടെ അച്ഛനും അമ്മക്കും വിഷമാവില്ലേ? അത് മാത്രല്ല, കാറ് കൊടുക്കാൻ ആകാശ് സമ്മതിക്കൂല. പിന്നെ ആകാശാണെന്നുണ്ടെങ്കിൽ സ്വഭാവം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളൊരു ദിവസം മീനാക്ഷിയുടെ അച്ഛൻ ചിലപ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കായിരിക്കും ചെയ്യുക. അങ്ങനെ ഇട്ട് കൊടുത്താലും ഒന്നും സൂപ്പർ മാർക്കറ്റ് ആകാശ് വാങ്ങിക്കും, എന്നിട്ട് അവിടെ കയറിയിരിക്കും മുതലാളിനായിട്ട്. ആകാശിന്റെ സ്വഭാവം അങ്ങനെയാണ്. ആകാശ് ആകെ മാറിപ്പോയി. ഇത് മുളയിലേ നുള്ളണം എന്ന് മീനാക്ഷി വിചാരിക്കുകയാണ്. മീനാക്ഷി വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു തടയിടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മീനാക്ഷി അച്ഛനോടും അമ്മയടുത്തും ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛ അമ്മ, ഇവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ആകാശ് ആണെങ്കിൽ പഴയ പോലല്ല, ആകാശ് ആകെ മാറി. നീ എന്തൊക്കെയാ മോളെ പറയണത്? ആകാശിന് ഇപ്പൊ എപ്പോഴും അവിടുത്തെ കാര്യം പറയാനേ സമയമുള്ളൂ. അത് നല്ല കാര്യമല്ലേ? ഭാര്യയുടെ അച്ഛനും അമ്മേനെ സ്നേഹിക്കണം നല്ലതല്ലേ? അതൊക്കെ നല്ലതാ. പക്ഷെ സൗകര്യങ്ങൾ കുറച്ച് കൂടുതലായിട്ട് അച്ഛനും അമ്മയും ആകാശിന് കൊടുക്കുന്നുണ്ടോന്ന് എനിക്കൊരു തോന്നൽ. ഈ കാർ എടുത്ത് കൊടുത്ത് തന്നെ വലിയ കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ വേറെ ഒന്നും കൊടുക്കണ്ടേനി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? നിന്നെ പോലെ തന്നെയല്ലേ ആകാശ് ഞങ്ങൾക്കും. അവിടെ ചിലപ്പോ നാളെ ഞങ്ങൾക്ക് സ്വർണം കൊടുക്കണമെന്ന് തോന്നും, ചിലപ്പോ വീട് വെച്ച് കൊടുക്കണമെന്ന് തോന്നും, ചിലപ്പോ കടയിട്ട് കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ തെറ്റ്? എന്നാലും വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ ഈ കാർ ഉണ്ടല്ലോ, എന്തായാലും ഞാനും ആകാശും ഇതുവരെ ഡ്രൈവിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ നാളെ ഇങ്ങോട്ടേക്ക് വരണം, ഈ കാർ അച്ഛൻ കൊണ്ടുപോകണം. മോളെ അത് പറ്റില്ല മോളെ, അത് അവിടെ ഇരിക്കട്ടെ. ഇത് ആകാശിന്റെ കൂടി തീരുമാനമാണോ നിന്റെ ഒറ്റക്കുള്ള തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി പറഞ്ഞു, ഇത് എന്റെ തീരുമാനമാണ്. എന്റെ തീരുമാനത്തിനപ്പുറം ആകാശിനൊന്നുമില്ല. എന്റെ അച്ഛൻ മേടിച്ചിരുന്ന ഗിഫ്റ്റ് അല്ലേ ഇത്. അതുകൊണ്ട് അച്ഛൻ തന്നെ നാളെ രാവിലെ വന്നിട്ട് ഈ കാർ എടുത്തോണ്ട് പോകണം. ഞാനും ആകാശും ആദ്യം ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പഠിക്കട്ടെ, അതിനുശേഷം വേണമെങ്കിൽ ആ കാർ ഞങ്ങൾ ഇവിടെ എടുത്തോണ്ട് വരാം എന്ന് പറയാണ്. മോളെ അത് ശരിയാവില്ല മോളെ, ഞാൻ അത്രമാത്രം ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് ഞാൻ നിങ്ങക്ക് വാങ്ങിച്ചതാണ്. ശരിയാച്ചാ, എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ടച്ചാ, കുടുംബത്തിലെ സമാധാനം അല്ലേ അച്ഛാ ഏറ്റവും വലുത്. എനിക്ക് ഈ കുടുംബത്തെ വിഷമിപ്പിച്ചിട്ട് ഒന്നും വേണ്ടച്ചാ. പിന്നെ ആകാശിന്റെ സ്വഭാവം, ആകാശ് ഇപ്പൊ ഇവിടുത്തെ അച്ഛനോട് തട്ടിക്കേറുകയൊക്കെ ചെയ്യാണ്. ആകാശം ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എന്തായാലും നാളെ ഇങ്ങോട്ട് പോവാ, എനിക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ കട്ടയാണ്. രവീന്ദ്രൻ വരുമ്പോ മീനാക്ഷി പറയണ്ട, അച്ഛാ ഈ കാർ എടുത്തോണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നൊക്കെ പറയാണ്. പക്ഷെ ആകാശ് സമ്മതിക്കില്ല കേട്ടോ. ആകാശ് പറയും കാർ കൊണ്ടുപോകണമെങ്കിൽ ഞാനും കൂടെ പോകും എന്ന് പറയും. കാരണം ആകാശിന്റെ സ്വഭാവം അത്രമാത്രം മാറിയിട്ടുണ്ട്. ബാലന് വല്ലാത്ത വിഷമമുണ്ട് കേട്ടോ. ബാലന് മനസ്സിലായി ആകാശ് കൈവിട്ടു പോയെന്ന്, ഇനി തിരിച്ചു വരില്ലെന്നൊക്കെ ബാലനെ മനസ്സിലാക്കിയായി. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ബാലന് ശ്രമിക്കുന്നുണ്ട്. മീനാക്ഷിയുടെ അച്ഛനും അമ്മയാണെങ്കിൽ ആകാശിനെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി നോക്കുവാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.